പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഹൊറർ ചിത്രം എന്നുള്ള രീതിയിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. കുറച്ച് സ്ലോ പീസ് ആയിട്ട് തോന്നുന്നത്, അപ്പോൾ ആ രീതിയിൽ കാണണം. അപ്പോൾ പയ്യെ തുടങ്ങി ലാസ്റ്റ് ഭയങ്കര ഗംഭീരമായിട്ട് അവസാനിക്കുന്ന സിനിമയാണ്. ക്ലൈമാക്സ് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്ക് ഭയങ്കര ചേർന്നിട്ടുണ്ട്. ഒരു 17-ാം നൂറ്റാണ്ട് നടക്കുന്ന സ്റ്റോറി അതിനെ നോക്കുകയാണെങ്കിൽ ഒരു കളർ ടോൺ ആയിട്ട് തോന്നി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഇതൊന്നും തിയേറ്ററിൽ കാണേണ്ട ഒരു മികച്ച ഹൊറർ അനുഭവം തന്നെയാണ് പ്രമേഹം. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. മമ്മൂക്കയുടെ അർജുന അശോകന്റെ കോമ എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂക്ക അർജുന അശോകൻ കോമ അർജുന അശോകൻ, മമ്മൂക്ക, പിന്നെ സിദ്ധാർത്ഥ് ഭരതനും കൂടി പറഞ്ഞു. ഇവർ മൂന്നുപേരാണ് സിനിമയിൽ മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ ഇവരുടെ മൂന്നുപേരുടെ അഭിനയ പ്രകടനം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി അർജുന അശോകൻ മമ്മൂക്ക സീനുകളിൽ നമുക്കൊരു ഭീതി പടർത്തുന്ന കുറേ സീനുകളുണ്ടായിരുന്നു. അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഒരു ഹൊറർ മൂഡ് സിനിമയിലുടനീളം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് എല്ലാം കൂടി പൊട്ടിത്തെറിക്കുന്ന പോലെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് വളരെയധികം മികച്ചു തന്നു. എന്തായാലും തിയേറ്ററിൽ കണ്ടൊരു മൂവി തന്നെയാണ് പറയുന്നത്. മമ്മൂക്ക എങ്ങനെയുണ്ടായി? മമ്മൂക്കയുടെ വേഷമൊക്കെ സൂപ്പറല്ലേ? പടം കണ്ടായിരുന്നു? പടം കൊള്ളായിരുന്നു. മമ്മൂക്കല്ലാതെ ഈ വേഷം വേറെ ആർക്ക് ചെയ്യാൻ പറ്റും. മമ്മൂക്ക പൊളിച്ചില്ലേ? പൊളി സിനിമയാണ്. ആദ്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തന്നെ തിയേറ്ററിൽ കാണാം. രാഹുൽ സദാശിവൻ്റെ ഒക്കെ മേക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ജാതി മേക്കിംഗ് ആയിട്ട് രാഹുൽ സദാശിവൻ്റെ മേക്കിംഗ് പൊളി സിനിമ. എങ്ങനെയുണ്ട് മമ്മൂക്ക? ഗംഭീർ കുടുംബം പറ്റുന്ന കഥാപാത്രമായി തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കാണണം. തിയേറ്ററിൽ കണ്ടാൽ എക്സ്പീരിയൻസ് വേറെയാണ്. വളരെ ഭംഗിയുണ്ട്. തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുക. മനസ്സിലായ ലൊക്കേഷൻ, ക്യാമറ, കലാസംവിധാനം എല്ലാം അടിപൊളി. മമ്മൂക്ക മാത്രമല്ല, സിദ്ധാർത്ഥ് ഭരതനും അർജുന അശോകനും എല്ലാം തകർത്ത് വരുന്നുണ്ട്. ഈ പടത്തിൽ ചേർന്ന ടോണാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കിട്ടിയിട്ടുണ്ട്. ചേട്ടാ പടം എങ്ങനെയുണ്ടായി? പടം അടിപൊളി പടമാണ്. മമ്മൂക്ക എല്ലാവരും പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് കുറച്ചുകൂടെ കയറി നിൽക്കുന്നുണ്ട്. പടം സ്ലോ പേസ് ആണ്. തുടക്കം സ്ലോ പേസ് ആണ് ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്കും പടം ഹൈ പോകുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ? നമ്മൾ അത് ഒരു പ്രശ്നമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. പിന്നെ പെർഫോമൻസ് എല്ലാം ഗംഭീരമാണ്. ആ ട്രെയിലറിലുണ്ടായിരുന്ന അത്രയും ക്യാരക്ടേഴ്സൊക്കെ തന്നെ സിനിമയിലുള്ളൂ. പക്ഷെ എല്ലാവരും മുന്നോട്ട് വെച്ചായിരുന്നു. മമ്മൂക്ക പിന്നെ നമ്മളെ അമ്പരപ്പെടുത്തിയിട്ടുണ്ട്. ക്ലൈമാക്സും അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ വേഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അത് അതേ കണക്ക് തന്നെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ നമുക്ക് അതേ കണക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന പെർഫോമൻസ് ആണ് മമ്മൂക്കയുടെ ഭാഗത്ത്. പടം എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂക്കയുടെ ബ്രഹ്മയോഗമല്ലേ മമ്മൂക്ക യുഗം. ചേട്ടാ പടം കണ്ടായിരുന്നോ? തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇല്ലെങ്കിൽ OTT കാണല്ലേ. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്.